നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അനിശ്ചിതകാല നിരാഹാരം അവസാനിപ്പിച്ച സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. തീരുമാനം ശമ്പളം ലഭിച്ചതോടെ. ഇടുക്കി പൂപ്പാറയിൽ കാട്ടുതീ. തീ പടർന്നത് ജനവാസ മേഖലയോട് ചേർന്ന് 5 ഏക്കർ കൃഷി കത്തിനശിച്ചു. അടിമാലിയിൽ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. കോതമംഗലത്ത് കോൺഗ്രസിന്റെ നിരാഹാരം തുടരുന്നു. മരിച്ച ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന നിഗമനം. മരിച്ചത് ഞെണ്ടുപാറ സ്വദേശി ജെയ്സൺ തോമസും ഭാര്യയും 3 മക്കളും. വില ഉയർന്നിട്ടും പ്രതിസന്ധി മാറാതെ ഹൈറേഞ്ചിലെ കർഷകർ. കാപ്പിക്കും കൊക്കോയ്ക്കും ഉൽപാദന ഇടിവ്. വില വർധന പ്രയോജനപ്പെടാതെ കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. ശമ്പളം കിട്ടിത്തുടങ്ങിയതിനാലാണ് തീരുമാനം. ധനവകുപ്പിലും നിയമവകുപ്പിലും ഏകദേശം എല്ലാവർക്കും ശമ്പളം ലഭിച്ചു. ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സംഘം ട്രഷറി ഡയറക്ടറെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. എല്ലാ ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭ്യമാക്കുമെന്ന് ട്രഷറി വകുപ്പ് ഡയറക്ടർ ഉറപ്പ് നൽകിയെന്ന് നേതാക്കൾ അറിയിച്ചു. അടിമാലിയിൽ കാട്ടാനയാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോതമംഗലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടരുകയാണ്. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അടിമാലിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന 70% പേരും ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉപജീവനമാർഗം തേടി ഇവിടെ തന്നെ ജീവിച്ചു വന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ വിട്ടു പോയിരിക്കുകയാണ്. പലരും വാടകയ്ക്ക് ദൂരസ്ഥലങ്ങളിൽ വീടെടുത്ത് താമസിക്കുകയാണ്. ഇതിനൊക്കെ കാരണം വന്യമൃഗഭീതിയാണ്. ഒരു ചെറിയ ഇടത്ത് വേലി കെട്ടിയാൽ മാത്രം തീരുന്ന പ്രശ്നമാണ്. 1/2 കിലോമീറ്റർ ദൂരത്ത് വേലി കെട്ടിയാൽ മാത്രം, ഫെൻസിംഗ് തീർന്നാൽ മാത്രം തീരുന്ന പ്രശ്നമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അത്തരം നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വനംവകുപ്പ് കർഷകർക്ക് വിരുദ്ധമായ നടപടികളാണ് എപ്പോഴും കൈക്കൊള്ളുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. കൃഷിനാശമുണ്ടായാൽ കൃഷിവകുപ്പ് പറയുന്ന പ്രതിഫലത്തേക്കാൾ 100 ഇരട്ടി തന്നെ കുറച്ചാണ് വനം വകുപ്പ് അതിൽ പ്രതിഫലമായി കണക്കാക്കുന്നത്. ഉദാഹരണമായി ഒരു കർഷകൻ നമ്മളോട് പറഞ്ഞത് 1 ലക്ഷത്തിലേറെ നഷ്ടപരിഹാരം കൃഷി വകുപ്പ് അദ്ദേഹത്തിന്റെ കൃഷിനാശത്തിന് വിലയിട്ടു. എന്നാൽ വനം വകുപ്പ് അവർക്ക് നൽകിയതാകട്ടെ 7000 ചിൽവാനം രൂപയാണ്. ഇത്തരത്തിൽ വനം വകുപ്പ് നിരന്തരം ഇവിടുത്തെ കർഷകരെ ഉപദ്രവിക്കുകയാണെന്നാണ് ഇവിടുത്തെ കർഷകരുടെ ആരോപണം. ഫെൻസിംഗ് തീർക്കുകയോ ട്രെഞ്ച് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഇവർക്ക് വേണമെന്ന് തന്നെയാണ്. നാളുകളായി സമരസമിതി രൂപീകരിച്ച് ഇവിടെ സമരങ്ങൾ ശക്തമായി വന്നിട്ടുണ്ടെങ്കിലും നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെയും വനമന്ത്രിയുടെയും മുന്നിൽ ഉണ്ടെങ്കിലും ഇതിനൊന്നും പരിഹാരം കാണുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇവർ തയ്യാറാണെന്നാണ് കർഷകർ നമ്മോട് സംസാരിച്ചത്. എന്നാൽ ഇന്ദിരാമ്മയുടെ കുടുംബം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ഇന്ദിരാമ്മയുടെ മൃതദേഹവുമായി കോൺഗ്രസ് ഉപരോധിക്കാൻ പോകുന്നു. അതേസമയം ഇന്ദിരാമ്മയുടെ സഹോദരൻ ഈ മൃതദേഹം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുന്നു. പോലീസ് രാത്രിയിൽ മൃതദേഹം പിടിച്ചെടുത്തുകൊണ്ട് വരുന്നു. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാവുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾക്ക് കാരണം കുടുംബം ആവശ്യപ്പെട്ടിട്ടാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ തങ്ങൾ സമരമുഖത്തുള്ളതെന്ന് കോൺഗ്രസ് പറയുന്നത് ഈ ഇന്ദിരാമ്മയുടെ ഭർത്താവും മകളും ആവശ്യപ്പെട്ടിട്ടാണെന്ന് തന്നെയാണ് കോൺഗ്രസ് MLA മാത്യു കുടൽനാടൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേ തുടർന്ന് മാത്യു കുടൽനാടനെയും DCC പ്രസിഡന്റ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം സമരങ്ങളും ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇത്തരം സമരങ്ങൾ നടക്കുന്നു, ഇതിന് തുടർ സമരങ്ങൾ നടക്കുന്നു. അതല്ലെങ്കിൽ ഇനിയും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ തീരുമാനം. അത് ജാതി മത ഭേദമന്യേ അവരൊറ്റക്കെട്ടായി ഇത്തരം ഒരു സമരത്തിന് മുൻകൈ എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്, മലയോര കർഷകർ പറയുന്നത്. ഇവരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഓരോരുത്തരുടെയും ആവശ്യം. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ 3-ാം ബ്ലോക്കിലാണ് ആക്രമണമുണ്ടായത്. കോർപ്പറേഷന്റെ അതിരപ്പള്ളി എസ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കാട്ടാന തകർത്തു. കഴിഞ്ഞ രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടമാണ് ക്വാർട്ടേഴ്സിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയത്. വയനാട്ടിൽ കാട്ടുപന്നിയുടെ ആക്രമണം. പെൺകുട്ടിക്ക് പരിക്കേറ്റു. വെണ്ണിയോട് കോട്ടത്തറയിലാണ് സംഭവം. കോട്ടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ്സുകാരി ഫാത്തിമത്ത് സഹനയാണ് ആക്രമിച്ചത്. ഇന്ന് രാവിലെ 9:30ഓടെയാണ് സംഭവം. കാലിന് പരിക്കേറ്റ കുട്ടിയെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. മദ്രസയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് സംഭവം. മലപ്പുറത്ത് പശുക്കിടാവിനെ കുത്തേറ്റ് വീട്ടമ്മ മരിച്ചു. ഉപ്പട ഉതിരംകുളം സ്വദേശിനി ചക്കിയാണ് മരിച്ചത്. പശുവിനെ കറക്കുന്നതിനിടയിൽ കിടാവിന്റെ കുത്തേറ്റ് വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ 2-ാം ബ്ലോക്കിലാണ് ജഡം കണ്ടെത്തിയത്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കാട്ടാനക്കുട്ടിയെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ടാപ്പിൻ തൊഴിലാളികളാണ് ജഡം കണ്ടെത്തിയത്. വാഴച്ചാൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. 1 മാസത്തിനിടെ മേഖലയിൽ 2ാമത്തെ കാട്ടാനയുടെ ജഡമാണ് കണ്ടെത്തുന്നത്. വയനാട് തിരുനെല്ലി ചേലൂർ ഇരുമ്പ് പാലത്തിന് സമീപം പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലാണ് ഇന്ന് രാവിലെ ജഡം കണ്ടെത്തിയത്. നോർത്ത് വയനാട് വനംവകുപ്പ് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിന് കീഴിലാണ് സംഭവം. തോട്ടത്തിലെ പണിക്കാരാണ് ജഡം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പാലക്കാട് അട്ടപ്പാടിയിൽ നായാട്ടു സംഘം പിടിയിൽ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് റാഫി, സോബിൻ, സിജോ, ഷമീർ എന്നിവരാണ് പിടിയിലായത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. സാമ്പാർകോട് മലബാരത്ത് വേട്ടയാടുന്നതിനിടയിലാണ് നായാട്ടു സംഘത്തെ പിടികൂടിയത്. 2 പുള്ളിമാനെ ഇവർ വേട്ടയാടി. പെട്രോളിംഗിനിടെയാണ് ഇവർ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് നാടൻ തോക്ക് പിടികൂടിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സഭാവിശ്വാസികളുടെ പ്രതിഷേധം. മറൈൻ ഡ്രൈവിൽ നിന്ന് എറണാകുളം ബിഷപ്പ് ഹൌസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞു. അതിരൂപതയിലെ 16 ഫൊറോനകളിൽപ്പെട്ട വിവിധ ഇടവേളകളിൽ നിന്നുള്ള വിശ്വാസികളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. സഭയിൽ ഗുണങ്ങൾ നൂറ്റും ആവർത്തിച്ച് സത്യമതാക്കാൻ വെമ്പുന്നവരെ നോക്കേണ്ട. പാതിരിമാരും മെത്രാന്മാരോ മണിമാടി കയ്യിൽ ഉറങ്ങുമ്പോൾ എങ്കിലുമുണ്ട്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണോ വിശ്വാസികളുടെ പ്രതിഷേധം? എങ്ങനെ പോകുന്നു പ്രതിഷേധം? സുബി, കഴിഞ്ഞ കുറെ നാളുകളായി സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രതിഷേധത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയായ MT എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ച് എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്.
ആരംഭിക്കുകയാണ്. അതിരൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 16 ഫൊറോനകളിൽപ്പെട്ട വിവിധ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ പ്രതിഷേധത്തിന്റെ ആവശ്യം ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 19 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെ ഈ സഭാവിശ്വാസികൾ ഉപരോധിച്ചിരുന്നു. അന്ന് വിശ്വാസികൾ നൽകിയ 7 ആവശ്യങ്ങളിൽ നിവേദനത്തില് 15 ദിവസത്തിനകം മറുപടി നൽകാമെന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പിന്മേലാണ് അന്നത്തെ ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത്. അതായത് ഈ 15 ദിവസത്തെ സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. അതോടുകൂടിയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ, സഭാനുകൂലികളായ വിശ്വാസികൾ ബിഷപ്പ് ഹൗസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ഈ അന്ന് നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങൾ ബോസ്കോ പുത്തൂർ അംഗീകരിക്കണം. അതായത് വിവിധ ആവശ്യങ്ങളുണ്ട്. ഏകീകൃത കുർബാന നടപ്പാക്കണം, നടപ്പാക്കാത്ത വൈദികർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം സഭാ നേതൃത്വത്തിന്റെ കഴിഞ്ഞ ദിവസം സിനഡും അതോടൊപ്പം മാർ റാഫേൽ തട്ടിലും, സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ഇടയലേഖനം പുറപ്പെടുവിച്ചിരുന്നു. ആ ഇടയലേഖനം എല്ലാ പള്ളികളിലും വായിക്കണം. ഈ സർക്കുലർ എന്ന് വായിക്കാത്ത പുരോഹിതന്മാർക്കെതിരെ നടപടി ശക്തമാക്കണം. സഭാ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറന്ന് ഏകീകൃത ബലിയർപ്പണം പുനരാരംഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് ഈ സഭാ അനുകൂല വിശ്വാസികളുമായി ചർച്ച നടത്താമെന്ന് മാർ ബോസ്കോ പുത്തൂർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ പോലീസ് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വെച്ച് വിശ്വാസികളെ തടഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിശ്വാസികൾ പോലീസിനെ മറികടന്നുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉള്ളിലേക്ക്, ഈ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു ബലപ്രയോഗം നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അതുകൊണ്ട് 100 കണക്കിന് പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപും ഈ സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു വിശ്വാസികളുടെ പിന്തുണ അന്ന് ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് MDNS എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മാർച്ചില്, പ്രതിഷേധ പ്രകടനത്തില് 16 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 16 ഫൊറോനകളിൽപ്പെട്ട പരമാവധി എല്ലാ 100 കണക്കിന് പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഇപ്പോഴത്തെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. സുവി, ടോം, ഈ പ്രതിഷേധ മാർച്ച് ഇങ്ങനെ തുടരുമ്പോൾ ബോസ്കോ പുത്തൂർ ചർച്ച നടത്താനുള്ള ഒരു സാധ്യത ഉരുത്തിരിയുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ ഏകീകൃത കുർബാന നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമത വിഭാഗവും രംഗത്തുണ്ടായിരുന്നു ഏറെ ദിവസമായി. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ അവസ്ഥയിലേക്ക് നീളുകയല്ലേ ഈ ഒരു സഭാ തർക്കം? തീർച്ചയായും സുബി, നമുക്കതിന് അങ്ങനെ തന്നെ കാണണം. കാരണം സഭയുടെ എറണാകുളം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം, അതായത് ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട അത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുടെ എല്ലാം ഒടുക്കത്തിലായിരുന്നു മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ മേജർ ആർച്ച് പദവി ഒഴിഞ്ഞത്. അതിനുശേഷം മാർ റാഫേൽ തട്ടിൽ ഈ ചുമതല ഏറ്റ ശേഷം അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം മാർപ്പാപ്പ നിർദ്ദേശിച്ച, മാർപ്പാപ്പ അവസാനമായി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വൈദികർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് മാർ ബോസ്കോ പുത്തൂരിനെ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. പക്ഷേ നാളിതുവരെ, അതായത് മാസങ്ങൾ കഴിഞ്ഞു, നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ബോസ്കോ പുത്തൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. മറുവശത്തും വിമത വിഭാഗവും നിലപാട് ഘടിപ്പിക്കുന്നു. അതായത് മാർപ്പാപ്പയുടെ ഉത്തരവ് നടപ്പാക്കില്ല, ഏകീകൃത കുർബാന അംഗീകരിക്കില്ല, ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാക്കണം തുടങ്ങിയ നിലപാടിൽ ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികർ ഉറച്ചു നിൽക്കുന്നതാണ് സഭയിലെ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകാനുള്ള കാരണം. പക്ഷേ വിശ്വാസികൾ തെരുവിലിറങ്ങുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ മാറാനുള്ള സാധ്യതയുണ്ട്. പല പള്ളികളിലും ഇപ്പോൾ സംഘർഷങ്ങളും അതോടൊപ്പം നിയമ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പള്ളികൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട്. കാരണം ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് സഭാ അനുകൂല വിശ്വാസികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പല പള്ളികളിലും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കോടതിയെ സമീപിച്ച പള്ളികളിൽ ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് ജനാഭിമുഖ കുർബാന താൽക്കാലികമായി തടഞ്ഞ ഒരു അവസ്ഥ പോലും ഉള്ള ചില പള്ളികളുണ്ട്. തൃപ്പൂണിത്തുറ ഫൊറോന ഉൾപ്പെടെയുള്ള പള്ളികളിലും ഇപ്പോഴും നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഒരു സംഘർഷത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും അതോടൊപ്പം ഈ കോടതി നടപടികളിലേക്കും നീങ്ങുമ്പോൾ സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാത്തതാണ്. അതായത് ഏകീകൃത കുർബാന നടപ്പാക്കുന്ന കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കാത്തതാണ്, വൈദികരെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കാത്തതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനുള്ള കാരണമെന്നാണ് സഭാ അനുകൂല സംഘടനകളുടെ നിലപാട്. മറുവശത്ത് ഇപ്പോഴും വിമത വിഭാഗം വൈദികർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സുവി, സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭാ വിശ്വാസികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സഭാ നേതൃത്വം അനുകൂലമായ സമീപനം എടുക്കുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. ഒപ്പം തന്നെ ഈ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെതിരെ വിമത വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ടോം കുര്യാക്കോസ്. ഇനിയൊരു ഇടവേള.
വാർത്തകളിലേക്ക് വീണ്ടും. പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ബന്ധുക്കളോട് രാവിലെ വീട്ടിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അവർ വന്നപ്പോഴാണ് ഇത് കണ്ടത് എന്നാണ് പറയുന്നത്. എന്തായാലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും മറ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആദ്യം കണ്ടവരുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു കത്ത് അവിടെ നിന്നും ലഭിച്ചതായി ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകം. എന്തായാലും ഇന്നലെ മിനിയാന്നും ഏറ്റവും ഇളയ കുഞ്ഞിന് 7 മാസം പ്രായമായ കുഞ്ഞിന് പൾസ് പോളിയോ നൽകാൻ ഇവർ സകുടുംബം എത്തിയിരുന്നു. അന്നേരം ഇവരെ സന്തോഷവാന്മാരായാണ് കാണപ്പെട്ടത് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയും മറ്റും ഉള്ളത്. ഈ ജെയ്സൺ അവിടെ ഒരു റബ്ബർ കമ്പനിയിൽ റബ്ബർ പാലെടുക്കുന്ന കമ്പനിയിലെ വാഹനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. 42 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ഭാര്യ മെറീനയ്ക്ക് 28 വയസ്സാണുള്ളത്. കുഞ്ഞുങ്ങളും 5 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം ഉള്ളത്. ഈ ജെറാൾഡാണ് അതിലേറ്റവും മൂത്തത്. അത് അംഗനവാടിയിൽ ആണ് പഠിക്കുന്നത്. അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇന്നലെയും ഇയാൾ ജെയ്സൺ എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതെന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. വലിയൊരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു വീടാണ് ഇത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവരുടെ അലർച്ചയോ ഒന്നും ആരും കേട്ടിട്ടുണ്ടാകില്ല. ഈ ജെയ്സനെ തൂങ്ങി മരിച്ച നിലയിലും മറ്റു 4 പേരെ ഒരു മുറിയിൽ കിടക്കയിലുമൊക്കെയായി ശരീരത്ത് മുറിവ് പറ്റിയ നിലയിലുമാണ് കാണപ്പെട്ടത്. എന്തായാലും പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന തുടരുകയാണ്. ഇടുക്കി പൂപ്പാറ ശങ്കര പാണ്ഡ്യൻമേട്ടിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടുതീ. 5 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു. കൃഷിയിടത്തിൽ നിർമ്മിച്ചിരുന്ന ഷെഡും കത്തി നശിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് നാട്ടുകാരുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. പ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിച്ച സമയത്ത് കാട്ടാനക്കൂട്ടം മേഖലയിൽ തമ്പടിച്ചിരുന്നു. തീ പടർന്നതോടെ ഇവ മതികെട്ടാൻ ചോലയിലേക്ക് നീങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു. ഇടുക്കി മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. AIYF പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. ജില്ലയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ AIYFനെതിരെ പ്രതിഷേധവുമായി എത്തിയത് നേരിയ സംഘർഷത്തിന് കാരണമായി. വയനാട് വെള്ളമുണ്ടയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കോഴിക്കോട് നരിപ്പറ്റ സ്വദേശി നിപുൻ ആണ് മരിച്ചത്. സഹയാത്രികൻ വിപിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ വെള്ളമുണ്ട 10ാം മൈലിലാണ് സംഭവം. സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്കായി വയനാട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും. അപകടത്തിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. ബസ് സ്കൂട്ടറിൽ തട്ടിയാണോ നിയന്ത്രണം വിട്ടതെന്നുള്ളത് വ്യക്തമല്ലെന്നും അപകട കാരണം അന്വേഷിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കി. ഇടുക്കി കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലക്കവല നിരപ്പേൽ വീട്ടിൽ ആദർശാണ് പിടിയിലായത്. പെട്രോളിംഗിനിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് തടഞ്ഞപ്പോഴാണ് SIയെ ആക്രമിച്ചത്. കൈക്കും വയറിനും പരിക്കേറ്റ SI NJ സുനേഖ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആലപ്പുഴ മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകൾ RBDCക്ക് കൈമാറി. ലെവൽ ക്രോസിന് സമീപം നടന്ന ചടങ്ങിൽ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ PP ശാലിനി അവർകൾ RBDCക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ സാബു കെ ഐസക്കിന് കൈമാറി. 36 പുരയിടങ്ങളും 6 പുറമ്പോക്ക് ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത്. പദ്ധതി പ്രദേശത്തെ 39 പേർക്ക് നഷ്ടപരിഹാരമായി 10.69 കോടി രൂപ നൽകി. MS അരുൺകുമാർ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, മുൻ MLA R രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് പൊള്ളലേറ്റ് യുവതി മരിച്ചു. ചെങ്കോട്ടുകോണം സ്വദേശിനി G സരിതയാണ് മരിച്ചത്. പൗടിക്കോണം സ്വദേശി ബിനുവാണ് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. പൊള്ളലേറ്റ ബിനു കിണറ്റിൽ ചാടിയിരുന്നു.
ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ രക്ഷിച്ചത്. 60% പൊള്ളലേറ്റ സരിത ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിലെ ജൈവ വൈവിധ്യം നിറഞ്ഞ മരുതിമല ടൂറിസത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. വെളിയം ഗ്രാമപഞ്ചായത്തിലെ മുട്ടറയിലാണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 300 ഏക്കറിലധികം ഭൂവിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മരുതിമല ടൂറിസം സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊല്ലത്ത് നിന്നും 24 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്നും 10 കിലോമീറ്ററും ദൂരപരിധിയുള്ള മുട്ര മരുതിമലയുടെ താഴ്വാരത്താണ് നമ്മളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പടവുകൾ കയറി വേണം മുട്ര മരുതിമലയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി പോകാൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിലാണ് നമ്മളുള്ളത്. മലമടക്കുകളുടെ സൗന്ദര്യവും പാറക്കെട്ടുകളും തണുത്ത കാറ്റും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഓഫ് റോഡിലൂടെയും സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. അത്യപൂർവങ്ങളായ സസ്യങ്ങളും പക്ഷിമൃഗാദികളും തിങ്ങി നിറഞ്ഞ പ്രദേശമാണ് മുട്ര മരുതിമല. പുലർക്കാലത്തെ മഞ്ഞുവീഴ്ചയും സായന്തനത്തെ കുളിർക്കാറ്റും സൂര്യാസ്തമയ കാഴ്ചകളെല്ലാം വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണത്തിന് ഇന്ന് റെക്കോർഡ് വിലയാണ്. 22 ക്യാരറ്റിന് ഗ്രാമിന് 5925, പവന് 47,400 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4935, പവന് 39,480 രൂപ. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുന്നു. നമസ്കാരം. ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അത് അതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു. പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഈ പ്രതിമ 150 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണമുണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യസ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. കുറെ മാറ്റങ്ങൾ വന്നു.
ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നമ്മൾ മുന്നോട്ട് പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറ തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. നിയന്ത്രിക്കേണ്ടവർ